Hi dear students, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചാപ്റ്റർ 6 ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിലെ 6.2 എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ തൊട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5 തൊട്ടിട്ടുള്ളത് കേട്ടോ. പേജ് നമ്പർ 129. Question number 5. I shall read the question. In figure 6.20, DE parallel to OQ and DF parallel to OR show that EF parallel to QR. ഫിഗർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ തന്നിട്ടുണ്ട്. PQR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ പറയണം. അതിലെ EF എന്ന് പറഞ്ഞൊരു ലൈൻ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് O എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. OQ അതുപോലെ OR പിയിൽ നിന്ന് ഓയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് O ആൻഡ് ഹിയർ ഈസ് എ പോയിന്റ് D. D എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡിയിൽ നിന്ന് ഇയിലേക്കും എഫിലേക്കും ജോയിൻ ചെയ്തിട്ടുണ്ട്. D എന്ന് പറഞ്ഞ പോയിന്റ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ PQR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കാണാം. DEF എന്ന് പറഞ്ഞ മറ്റൊരു ട്രയാങ്കിൾ കാണാം. OQR എന്ന് പറഞ്ഞ വേറൊരു ട്രയാങ്കിൾ കാണാം അല്ലേ. അപ്പോൾ പല ട്രയാങ്കിൾസും നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ അറിയാം. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്? DE പാരലൽ ടു OQ അല്ലേ. DE എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. ആ ലൈനും OQ എന്ന് പറഞ്ഞ ഈ ലൈനും പാരലൽ ആണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പറയണം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് DF പാരലൽ ടു OR. DF എന്ന് പറഞ്ഞ ഈ ലൈനാണ് അല്ലേ. അതും OR എന്ന് പറഞ്ഞ ലൈനും എന്താണ്? പാരലൽ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്താണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? ഷോ ദാറ്റ് EF ഇതാണ് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. EF പാരലൽ ടു QR. ലൈൻ കണ്ടിട്ടുണ്ടാവും. EF അതുപോലെ QR എന്ന് പറഞ്ഞ രണ്ട് ലൈൻസ് ഉണ്ട് അല്ലേ. ഈ രണ്ട് ലൈൻസ് ആണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ, കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ മനസ്സിലാക്കണം, ഇറ്റ് ഈസ് ബൈ യൂസിങ് കോൺവേഴ്സ് ഓഫ് BPT തിയറം അല്ലേ. കോൺവേഴ്സ് ഓഫ് BPT തിയറം ഉപയോഗിച്ചിട്ടാണ് ലൈൻസ് പാരലൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തിയറം ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? കോൺവേഴ്സ് ഓഫ് BPT തിയറം ആണ് അല്ലേ. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഒന്ന് ലെഫ്റ്റിലുള്ള ഒരു ട്രയാങ്കിൾ ഉണ്ട്, POQ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിൾ. അത് താഴേക്ക് ഒന്ന് വരച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ വരും POQ. ആ ട്രയാങ്കിൾ മാത്രം ഞാൻ താഴേക്ക് എടുത്ത് വരയ്ക്കുകയാണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. POQ. അതിൽ D എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ഉണ്ട്. ഈ ഡിന്ന് ഇയിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ പോയിന്റ് ആണ് DE. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ രണ്ട് ലൈനും ഈ രണ്ട് ലൈൻ ഈ രണ്ട് ലൈൻസ് എന്താണ്? പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഏതാ? DE എന്ന് പറഞ്ഞ ലൈനും OQ എന്ന് പറഞ്ഞ ലൈൻസും പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. DE പാരലൽ ടു OQ എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച BPT തിയറം ഉണ്ട്. എന്താ BPT തിയറം പറയണത്? ഈ രണ്ട് ലൈൻസ് സൈഡിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ നിങ്ങൾ വരച്ചാൽ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒരു സൈഡിന് പാരലൽ ആയിട്ട് D എന്ന് പറഞ്ഞ ഒരു ലൈൻ വരച്ചാൽ ഈയുടെ മുകളിലുള്ള സൈഡും താഴെയുള്ളതും അല്ലേ എന്ന് പറഞ്ഞാൽ ഏതാ? PE by EQ will be equal to PD by DO. ഈ ലൈൻ്റെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഈ രണ്ട് സൈഡ്സ് എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. ഏത് തിയറം ഉപയോഗിച്ച്? BPT തിയറം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം. ആദ്യത്തെ സ്റ്റെപ്പ്, ഇൻ ട്രയാങ്കിൾ POQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ നോക്കുക. ഞാനിവിടെ സെപ്പറേറ്റ് വരച്ചിട്ടുണ്ട്. അതിൽ DE പാരലൽ ടു ഏതാണ്? OQ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഞാനിവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. DE OQ അവിടേക്ക് വരച്ചിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എഴുതാൻ പോണ സൈഡ് നോക്കൂ. PE
by EQ, then PE by EQ will be equal to PD by DO. PD by DO ആയിരിക്കും. ഈ രണ്ട് സൈഡും സെയിം റേഷ്യോയിലായിരിക്കും. ആ ലൈനിന്റെ മുകളിലും അടിയിലും ട്ടോ. രണ്ടും സെയിം റേഷ്യോ ആയിരിക്കും. ഏത് തിയറം നമ്മൾ ഇവിടെ ഉപയോഗിച്ച്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറഞ്ഞത് എന്താ? ഇഫ് എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ ഓഫ് ദ സൈഡ്, then these two sides and these two parts will be in the same ratio. ആ തിയറാണ് ഞാൻ ഉപയോഗിച്ച് BPT തിയർ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും. ഇനി റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ട്രയാങ്കിൾ ഉണ്ട്. ഏതാ? POR അല്ലേ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ ട്രയാങ്കിൾ POR, അപ്പുറത്തുള്ള ട്രയാങ്കിൾ മനസ്സിലാവാൻ വേണമെങ്കിൽ ഇവിടേക്ക് വരയ്ക്കാം. POR എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഫിഗറിൽ നോക്കിയാൽ അറിയാം. POR, അതിലെ DF എന്ന് പറഞ്ഞ ഒരു ലൈൻ ഉണ്ട് അല്ലേ. അതും അതുപോലെ OR-ഉം എന്താന്ന് പറഞ്ഞിട്ടുള്ളത്? പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നിട്ടുള്ള ഏതാ? D, ഇവിടെ D ആണ് അല്ലേ. DF പാരലൽ ടു OR. ഇത് ഗിവൺ ആണ് കേട്ടോ. അത് തന്നിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന്. ഇവിടെയും DF പാരലൽ ടു OR എന്ന് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഉടനെ ഏത് തിയറം അപ്ലൈ ചെയ്യാം? BPT തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം റേഷ്യോയിലായിരിക്കും. അപ്പോൾ ഒരു സൈഡിന് പാരലായിട്ട് ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ മുകളിലും അടിയിലുള്ള സൈഡ്സ് എന്തായിരിക്കും? സെയിം റേഷ്യോ. BPT തിയർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. PD by DO, we can say then PD by DO will be equal to PF by FR. തിയറം പഠിക്കണം, എന്നാലാണ് പെട്ടെന്ന് മനസ്സിലാവുള്ളൂ ഈ പറയുന്ന കാര്യങ്ങൾ. PD by DO is equal to PF by എന്തായിരിക്കും? FR. ഏത് തിയറാണ് വീണ്ടും ഉപയോഗിച്ചത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെന്ന് വിചാരിക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെന്ന് അസ്യൂം ചെയ്യാം. നോക്കൂ, ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു സൈഡ് സെയിം ആണ്. ഇവിടെ PD by DO, ഇവിടെ ഏതാ? PD by DO അല്ലേ. അപ്പോൾ ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. നമുക്കറിയാം if two things are equal to the same thing, they will be equal to one another. അപ്പോൾ ഇത് രണ്ടും PD by DO-നോട് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം therefore, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, from 1 and 2, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്താൽ നമുക്ക് പറയാം PE by EQ will be equal to PF by FR. എന്താ അത് ഈക്വൽ ആണെന്ന് പറയാൻ കാരണം? PE by EQ എന്ന് പറഞ്ഞാൽ PD by DO ആണ്. PF by FR എന്ന് പറഞ്ഞാലും ഏതാ? PD by DO ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. എന്താണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? EF പാരലൽ ടു QR എന്നാണ്. നോക്കാം നമുക്ക് ഇനി ഫിഗറിലേക്ക്. PE എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ് അല്ലേ. ബൈ EQ എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. PF എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. FR എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണെങ്കിൽ കോൺവേഴ്സ് ഓഫ് BPT തിയറം എന്താ പറയണത്? ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ ബൈ കോൺവേഴ്സ് ഓഫ് BPT തിയറം, converse of BPT, what can you say? We can say that EF parallel to what it will be? QR. എന്താ പറയാൻ കാരണം? converse of BPT theorem പറയുന്നു, if two sides are in the same ratio, then ഈ ലൈനും എന്തായിരിക്കും? are parallel. Both lines will be parallel. ഏത് തിയറം ആണ് ഉപയോഗിച്ചത്? converse of BPT theorem. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ ചെയ്തത്? ആദ്യം ലെഫ്റ്റിലെ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കിട്ടി. ഈ രണ്ട് സൈഡും ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണ് അല്ലേ. കറക്ഷൻ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. അതേപോലെ ഈ രണ്ട് ലൈൻസും പാരലൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. അപ്പോൾ രണ്ട് ഇക്വേഷൻ കിട്ടും. അത് കമ്പൈൻ ചെയ്താൽ നിങ്ങൾക്ക് PE by EQ equal to PF by FR എന്ന് കിട്ടും.
ഈ സൈഡ്സ് സെയിം റേഷ്യോ ആണെങ്കിൽ കോൺവേഴ്സ് ഓഫ് BPT തിയറം ഉപയോഗിച്ച് EF പാരലൽ ടു എന്താന്ന് പറയാം QR എന്ന് പറയാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് കേട്ടോ, 6th ക്വസ്റ്റ്യൻ. സോ can you do 6th question? I shall read the question. In figure 6.21, A, B, C are points on OP, OQ and OR respectively, such that AB parallel to PQ and AC parallel to PR. Show that BC parallel to QR. ഫിഗർ അവർ താഴെ തന്നിട്ടുണ്ട്. 6.21 ട്ടാ, ക്വസ്റ്റ്യൻ നമ്പർ 6ന്റെ ഫിഗർ താഴെ അവർ തന്നിട്ടുണ്ട്. നമുക്ക് വരയ്ക്കാം. രണ്ട് ട്രയാങ്കിൾ ആണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഒരു ബിഗർ ട്രയാങ്കിൾ, അതിൻ്റെ ഉള്ളിൽ ഒരു സ്മോളർ ട്രയാങ്കിൾ അല്ലേ. O എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഇങ്ങോട്ട് ജോയിൻ ചെയ്യാം, അതുപോലെ മുകളിലേക്ക്. ഇങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത്. O എന്ന് പറഞ്ഞ പോയിന്റ് ആണ് ഇവിടെ. സ്മോളർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ABC, ബിഗർ ട്രയാങ്കിൾ PQR. ഇത്രയും കാര്യങ്ങളാണ് ഫിഗറിൽ തന്നിട്ടുള്ളത്. ഫിഗർ നോക്കുക, അതിൽ രണ്ട് ട്രയാങ്കിൾ കാണാം. ഒന്ന് ബിഗർ ട്രയാങ്കിൾ PQR, സ്മോളർ ട്രയാങ്കിൾ ABC അല്ലേ. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കൂ. ABC ആർ പോയിന്റ്സ് ഓൺ OP, OQ ആൻഡ് OR റെസ്പെക്റ്റീവ്ലി സച്ച് ദാറ്റ് AB പാരലൽ ടു PQ. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ്. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ, AC പാരലൽ ടു ഏതാണ് PR. ഈ രണ്ട് ലൈൻസും എന്താണ് പാരലൽ ആണ്. AC പാരലൽ ടു PR. ഷോ ദാറ്റ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? BC എന്ന് പറഞ്ഞ ഈ ലൈനും പിന്നെ ഏതാ QR, ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഏതൊക്കെ ലൈൻസാ? BC, നെക്സ്റ്റ് ഏതാ QR. ഈ പറഞ്ഞ രണ്ട് ലൈനും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വീണ്ടും നമുക്ക് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് തിയറായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരിക? കോൺവേഴ്സ് ഓഫ് BPT തിയറായിരിക്കും. രണ്ട് ലൈൻസ് പാരലൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിലൊക്കെ ഏത് തിയറാണ്? കോൺവേഴ്സ് ഓഫ് BPT തിയറായിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക. ഇത് മനസ്സിലാക്കി വയ്ക്കുക. നോക്കാം, നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഗിവൺ? AB പാരലൽ ടു PQ. ഏത് ട്രയാങ്കിൾ ആണ് നോക്കൂ? AB PQ വരുന്ന ട്രയാങ്കിൾ POQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ താഴേക്ക് ഞാൻ ഒന്ന് വരയ്ക്കാം. ഇങ്ങനെയാണ് ഫിഗർ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ. ഇത് P, ഇത് O, ഇത് Q. ഇവിടെ തന്നിട്ടുള്ള Aയും പിന്നെ ഏതാ Bയും. ഈ രണ്ട് ലൈൻസ് ആണ് പാരലൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും വരിക? സെയിം റേഷ്യോ ആയിരിക്കും വരിക അല്ലേ വരിക. അപ്പോൾ ഈ രണ്ട് സൈഡ്സും എന്തായിരിക്കും? സെയിം റേഷ്യോ ആണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇൻ ട്രയാങ്കിൾ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഏത് ട്രയാങ്കിളാണ് നമ്മൾ നോക്കുന്നത്? POQ എന്ന് പറഞ്ഞ ട്രയാങ്കിൾ, ബിഗർ ട്രയാങ്കിൾ POQ നമ്മൾ അസ്യൂം ചെയ്യാണ്. POQ എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ എടുക്കുകയാണ്. അതിൽ എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം എന്ന് തോന്നുന്നു? ഫസ്റ്റ് കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട് AB പാരലൽ ടു PQ. AB എന്ന് പറഞ്ഞ ലൈനും PQ എന്ന് പറഞ്ഞ ലൈനും എന്താണ്? പാരലൽ ആണ്. AB പാരലൽ ടു PQ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. ഏത് തിയറം? BPT തിയറം അല്ലേ. ദെൻ by BPT theorem, what can you say that OA സ്റ്റാർട്ട് ചെയ്യണം നോക്കൂ. O എന്നാണ് കേട്ടോ. OA by AP is equal to, വീണ്ടും O തന്നെ സ്റ്റാർട്ട് ചെയ്യാം, OB by എന്തായിരിക്കും? BQ. OB by BQ ഉപയോഗിച്ച തിയറം BPT തിയറം പറയണു. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ OA by AP will be equal to OB by BQ. ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കൊടുക്കാം. ഇവിടെ ഉപയോഗിച്ചത് ഏതാ? ബൈ BPT തിയറം, ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത്. നെക്സ്റ്റ് വേറൊരു ട്രയാങ്കിൾ ഉണ്ട് റൈറ്റ് സൈഡിൽ അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡിൽ ഒരു ട്രയാങ്കിൾ നോക്കൂ നിങ്ങൾ. എന്താണ് പേര്?
POR എന്ന് പറഞ്ഞ ട്രയാങ്കിൾ. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ആ ലൈനിൻ്റെ പേരാണ് AC എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. ഇവിടുത്തെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ട്രയാങ്കിൾ ആണ് കേട്ടോ ഞാനിവിടെ വരച്ചിട്ടുള്ളത്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എഴുതി ഇൻ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാ? POR. അതിൽ ഏത് ലൈൻസാ പാരലൽ ആയിട്ടുള്ളത്? AC പാരലൽ ടു PR. ഇറ്റ് ഈസ് ഗിവൺ. ഇത് കണ്ടീഷൻ തന്നിട്ടുള്ളതാണ് ക്വസ്റ്റ്യനിൽ കേട്ടോ. ഇതേപോലെ തന്നെയാണ് മുന്നേ എഴുതിയിട്ടുള്ള കണ്ടീഷനും. അതും എന്താണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇറ്റ് ഈസ് ഗിവൺ ദീസ് ടു ലൈൻസ് ആർ പാരലൽ. സോ ഇഫ് AC പാരലൽ ടു PR, നോക്കൂ AC എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഈ രണ്ട് ലൈൻസ് അല്ലേ പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പേര് പറയാം, OA പ്ലസ് AP is equal to OC പ്ലസ് CR. O വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതല്ല എൻ്റെ വെർട്ടെക്സ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ O എന്ന് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ കറക്റ്റ് ഓർഡർ കിട്ടും. OA ബൈ AP ലൈനിൻ്റെ അപ്പറും അല്ലെങ്കിൽ ലോവർ അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും അങ്ങനെ ആലോചിക്കാം. OA ബൈ AP is equal to OC ബൈ CR എന്ന് പറയാം. ഇക്വേഷൻ നമ്പർ 2. ഏത് തിയറം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, BPT അല്ലേ. അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ തരുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത് ഏതാ? BPT തിയറാണ്. അഗെയിൻ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കമ്പൈൻ ചെയ്താൽ നോക്കൂ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടിൻ്റെയും സെയിം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഫ്രം 1 and 2 ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ്റെ ഒരു സൈഡ് ഈക്വൽ ആയതുകൊണ്ട് മറ്റേ സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആവും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? OB ബൈ BQ ഈസ് ഈക്വൽ ടു OC ബൈ CR ആയിരിക്കും. OB ബൈ BQ വിൽ ബി ഈക്വൽ ടു OC ബൈ CR. ഏത് പ്രോപ്പർട്ടി നമ്മൾ ഉപയോഗിച്ച്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ആർ ഈക്വൽ, ദെൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഓൾസോ ഈക്വൽ. ഓക്കെ, നമുക്ക് ഈ റിസൾട്ട് കിട്ടി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് വീണ്ടും എന്താ? രണ്ട് ലൈൻസ് പാരലൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം നമുക്ക് ഏതാണ് OB BQ എന്ന് പറഞ്ഞ സൈഡ്. ഇവിടെ OB എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, BQ എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, ഈ രണ്ട് സൈഡ്സ് അല്ലേ. നെക്സ്റ്റ് ഏതാ? OC എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്, CR എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ആണ് നമുക്കിപ്പോൾ കിട്ടിയത് സെയിം റേഷ്യോ ആണെന്ന്. അപ്പോൾ ഈ രണ്ട് സൈഡിനെ ഡിവൈഡ് ചെയ്യണ ലൈൻ ഏതാ? സെപ്പറേറ്റ് ചെയ്യുന്നത് ഏതാ? BC എന്ന് പറഞ്ഞ ലൈൻ അല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? ദേ വിൽ ബി പാരലൽ. ഏത് തിയറി ഉപയോഗിച്ച്? ഇഫ് ടു സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ then these two lines will be parallel. പറയുന്നത് ഏത് തിയറം? കോൺവേഴ്സ് ഓഫ് BPT തിയറം. അപ്പോൾ നമുക്ക് പറയാം then by converse of BPT തിയറം ഉപയോഗിച്ച് പറയാം രണ്ട് ലൈൻസ് പാരലൽ ആണ്. BC ഈസ് പാരലൽ ടു എന്തായിരിക്കും? QR. രണ്ട് ലൈൻസ് പാരലൽ എന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന തിയറം ഏതാ? കോൺവേഴ്സ് ഓഫ് BPT തിയറം ആയിരിക്കും കേട്ടോ. ഈ രണ്ട് ക്വസ്റ്റിനും സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ഉം 6ഉം വളരെ ഈസിയാണ്. രണ്ട് റിസൾട്ടുകൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ കോൺവേഴ്സ് ഓഫ് BPT തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെ ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. 7th ക്വസ്റ്റ്യൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ ഇതായിരുന്നു. യൂസിങ് തിയറം 6.1 7th ക്വസ്റ്റ്യൻ ആണ് വായിക്കുന്നത്. പേജ് നമ്പർ 129 ട്ടോ. പ്രൂവ് ദാറ്റ് എ ലൈൻ ഡ്രോൺ ടു ദ മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട്സ് ദ തേർഡ് സൈഡ്. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞത്? മിഡ് പോയിന്റ് ഓഫ് വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ പാരലൽ ടു അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. ഇത് നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. ഏത് തിയറായിരുന്നു അത്? ഇറ്റ് ഈസ് നോട്ട് MPT, മിഡ് പോയിന്റ് തിയറം അല്ല, അതിൻ്റെ കോൺവേഴ്സ് ആണിത് അല്ലേ. അതായത് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം ആണിത് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ഏത് തിയറം? കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറാണ്. അതാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഫായിട്ടൊരു ഫിഗർ നമുക്ക് വരയ്ക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച തിയറം നമ്മളിപ്പോൾ പ്രൂവ് ചെയ്യാണ്. ഏത് തിയറം? കോൺവേഴ്സ് ഓഫ് MPT എന്ന് പറഞ്ഞ തിയറം. തിയറം എന്താണെന്ന് ഞാൻ പറയാം. അതിനേക്കാൾ മുന്നേ ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചു. ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ.
ഇനി ഇവിടെ ഒരു മിഡ് പോയിന്റ് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി പി. പി എന്ന് പറഞ്ഞ എ ബിയുടെ എന്താണ്? മിഡ് പോയിന്റ് ആണ് പറയണത്. ക്വസ്റ്റ്യനിൽ പറയണത് ഒരു ലൈൻ ഒരു മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണു. ഏതാണ് മിഡ് പോയിന്റ്? പി. ഇനി ഈ ലൈൻ എന്താണ്? ബി സിക്ക് പാരലൽ ആണ്. എന്താ കണ്ടീഷൻ പറഞ്ഞേ? ഒരു ലൈൻ ഒരു മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഏതാ മിഡ് പോയിന്റ്? എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. അപ്പൊ എന്ത്? പി. ആ പി എന്ന് പറഞ്ഞ മിഡ് പോയിന്റിൽ കൂടെ ഒരു ലൈൻ പാസ് ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയണത്. മാത്രമല്ല വേറൊരു കണ്ടീഷനും കൂടിയും പറയണു. ഈ ലൈൻ ഒരു സൈഡിന് പാരലൽ ആണ് എന്ന് പറഞ്ഞാൽ ഈ ലൈൻ, ഈ രണ്ട് ലൈൻസും എന്തായിരിക്കും? പാരലൽ ആണ്. ഈ ലൈൻ തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ബി സിക്ക് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അവർ പറയണത്? അനദർ സൈഡ് ബൈസെക്ട് ദ തേർഡ് സൈഡ്. ബൈസെക്ട് ദ തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും അല്ലാത്ത ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? പിന്നെ എ സി അല്ലേ. ആ എ സി എന്ന് പറഞ്ഞ സൈഡിനെ എന്ത് ചെയ്യുന്ന പറയണേ? ബൈസെക്ട് ചെയ്യുന്ന പറയണേ. അപ്പോൾ ഒരു മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു സൈഡിന് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? മൂന്നാമത്തെ സൈഡിനെ ബൈസെക്ട് ചെയ്യും. ഏതാ? തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എ സിനെ ഈ ലൈൻ ബൈസെക്ട് ചെയ്യും. ബൈസെക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈഡ് ഇൻ ടു ടു ഈക്വൽ പാർട്സ്. രണ്ട് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ബൈസെക്ട് ചെയ്യുന്ന പറയണേ. എന്ന് പറഞ്ഞാൽ ലെറ്റ് ക്യൂ ബി ദിസ് പോയിന്റ്. ഇത് ക്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്? ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എന്താ? എ സി അല്ലേ. ക്യൂ എ സിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ ലൈൻ എ സിനെ ബൈസെക്ട് ചെയ്യണമെന്ന് പറയാം. ശരിയല്ലേ? മിഡ് പോയിന്റ് ആയ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ രണ്ട് സൈഡ് ഈക്വൽ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണേ? ബൈസെക്ട് ചെയ്യണം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഒന്നുകൂടി ഞാൻ പറയാം. എന്താണ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം? ഒരു മിഡ് പോയിന്റിലൂടെ ഒരു ലൈൻ പാസ് ചെയ്യണം. ആ ലൈൻ തേർഡ് സൈഡ് അല്ലെങ്കിൽ വേറൊരു സൈഡിന് പാരലൽ ആണ്. അങ്ങനെയുള്ള ലൈൻ ആണെങ്കിൽ ആ ലൈൻ മൂന്നാമത്തെ ഒരു സൈഡ് ഉണ്ട്, ഏതാ? എ സി. അതിനെ ബൈസെക്ട് ചെയ്യുന്ന പറഞ്ഞ, കട്ട് ചെയ്യുന്നു. എങ്ങനെ? ഈക്വൽ പാർട്സ് ആയിട്ട്. അപ്പൊ ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. സോ വാട്ട് യു നീഡ് ടു പ്രൂവ്? യു ഹാവ് ടു പ്രൂവ് ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. സിമ്പിൾ ആണ് പ്രൂവ് ചെയ്യാനായിട്ട്. നോക്കാം. ആദ്യം അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ എന്താ? പി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു മിഡ് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് പി ബി ദ മിഡ് പോയിന്റ് ഓഫ് ഏത് സൈഡാ? മിഡ് പോയിന്റ് ഓഫ് സൈഡ് എ ബി. പി എ ബിയുടെ മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. പി എ ബിയുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഉടനെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും, എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു, ആർക്കെങ്കിലും റേഷ്യോനെ കുറിച്ച് ഓർമ്മയുണ്ടോ? മിഡ് പോയിന്റ് ആണെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1:1 ആയിരിക്കും. അതിന്റെ റീസൺ ഇതാണ്. എ പി 3 സെന്റിമീറ്റർ ആണെങ്കിൽ പി ബി എന്തായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും. അതല്ലേ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആവും. അപ്പൊ ഇത് തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാൽ ഏതാ വരിക? 3:3 അല്ലേ. ഡിവൈഡ് ചെയ്യുമ്പോൾ 3/3 എന്നല്ലേ വരിക. 3 കട്ട് ചെയ്താൽ എത്രയാ? 1/1. അപ്പൊ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും വരിക? 1:1. അതുകൊണ്ടാണ് മിഡ് പോയിന്റ് എന്ന് കേട്ടാൽ ഉടനെ മനസ്സിലാക്കണം റേഷ്യോ എന്ന് പറയുന്നത് എന്താ? 1:1 ആയിരിക്കും. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആ. അപ്പൊ റേഷ്യോ എടുത്താൽ കട്ട് ചെയ്ത് പോയാൽ എന്താ വരിക? 1:1 ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് എ പി ബൈ പി ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും എന്ന് പറയാം? 1/1 ആയിരിക്കും. അതായത് അതിന്റെ റേഷ്യോ 1:1 ആയിരിക്കും. ക്ലിയർ അല്ലേ? മിഡ് പോയിന്റ് ആണെങ്കിൽ രണ്ട് സൈഡ് ഈക്വലാ. അപ്പൊ ഡിവൈഡ് ചെയ്താൽ എല്ലായ്പ്പോഴും റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/1. ഇത് മനസ്സിലാക്കി വയ്ക്കണം. എവിടെയൊക്കെ മിഡ് പോയിന്റ് എന്ന് കാണുന്നോ അവിടെയൊക്കെ റേഷ്യോ എന്തായിരിക്കും വരിക? 1:1 ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് എ റിസൾട്ട്. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു 1:1. അവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് ഒരു കാര്യം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ? പി ക്യു പാരലൽ ടു ബി സി. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ലൈൻ പാരലൽ ആണ് അല്ലേ. സോ പി ക്യു പാരലൽ ടു ബി സി. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് പി ക്യു എന്ന് പറഞ്ഞ ലൈൻ ബി സിക്ക് പാരലൽ ആണ്. പി ക്യു പാരലൽ ടു ബി സി ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? പാരലൽ എന്ന് തന്നാലൊക്കെ ഏത് തിയറം അപ്ലൈ ചെയ്യാം? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. എന്താ പറഞ്ഞ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറഞ്ഞത് എന്താ? എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു
എ ക്യൂ ബൈ ക്യൂ സി. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡ് സെയിം റേഷ്യോ ആയിരിക്കും. BPT തിയറം പറയണത് അതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, എ പി ബൈ പി ബി ഇസ് ഈക്വൽ ടു എ ക്യൂ ബൈ എന്തായിരിക്കും ക്യൂ സി. ഉപയോഗിച്ചത് ഏതാ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം പറയുന്നു. രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ സൈഡ്സ് വിൽ ബി ഇൻ ദ സെയിം റേഷ്യോ ആയിരിക്കും. അതില് എ പി ബൈ പി ബി എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കറിയാം എത്രയാ? 1:1 അല്ലേ? അപ്പൊ ഈ എ പി ബൈ പി ബിക്ക് പകരം എന്ത് കൊടുക്കാം? നമുക്ക് 1/1 എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് 1/1 ഈസ് ഈക്വൽ ടു എ ക്യൂ ബൈ എന്തായിരിക്കും വരിക? ക്യൂ സി എന്ന് വരും അല്ലേ? നോക്കൂ, ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? എ പി ബൈ പി ബിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് കേട്ടോ. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലെഫ്റ്റിൽ എന്താ അതിന്റെ റേഷ്യോ? 1:1 ഈസ് ഈക്വൽ ടു ഇവിടെയുള്ളത് അതുപോലെ എഴുതി എ ക്യൂ ബൈ ക്യൂ സി. ഇതിന്റെ അർത്ഥം എന്താ? എ ക്യൂ ബൈ ക്യൂ സി എന്ന് പറഞ്ഞാൽ 1:1 ആണെന്നാണ്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആൻസർ കിട്ടും. 1 ഇൻറ്റു ക്യൂ സി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1-നപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ എ ക്യൂ ഇൻറ്റു 1. ശരിയാണല്ലോ? ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 1 ഇൻറ്റു ക്യൂ സി ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു എ ക്യൂ ഓർ എ ക്യൂ ഇൻറ്റു 1. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കറിയാം സെയിം ആണ്. ക്യൂ സി വിൽ ബി ഈക്വൽ ടു എ ക്യൂ. എന്താ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ? ക്യൂ സി എന്ന് പറയുന്നതും എ ക്യൂ എന്ന് പറയുന്നത് ഈ രണ്ട് ലെങ്ത് ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. എ ക്യൂ ക്യൂ സി ഈക്വൽ ആണെങ്കിൽ വാട്ട് ക്യാൻ യു സേ? ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതായിരിക്കും? എ സി. then you can say then Q is the midpoint of what it will be? AC. എന്താ എ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പറയാനായിട്ടുള്ള കാരണം എന്താ? നോക്കൂ, ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും അല്ലെ? ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെയും 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എന്തായിരിക്കും വരിക? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ അത് എന്താവും? മിഡ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. അപ്പോൾ നമുക്ക് വേണ്ടത് പ്രൂഫ് ആയി കഴിഞ്ഞു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യുന്നത്? ഈ ലൈൻ ബൈസെക്ട് ചെയ്യണമെന്ന് അല്ലെ? ബൈസെക്ട് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞേ? Q എ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. Therefore, what can you say? PQ bisect എന്താന്ന് പറയാം? AC. PQ AC-നെ ബൈസെക്ട് ചെയ്യണ്ടെന്ന് പറയാം. കാരണം Q എന്ന് പറഞ്ഞാൽ എന്താ? മിഡ് പോയിന്റ് ആണ് അല്ലേ? ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു ഹിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും മനസ്സിലാക്കേണ്ടത് മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്തായിരിക്കും? 1:1. രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ റേഷ്യോ എപ്പോഴാണ്? 1:1 ആയിരിക്കും. അപ്പൊ ഇതിന്റെ റേഷ്യോ 1:1 ആണ്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ BPT തിയറി ഉപയോഗിച്ച് ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആവും. അപ്പോൾ ഒന്ന് 1:1 ആണെങ്കിൽ അടുത്തത് എന്ത് തന്നെയായിരിക്കും? 1:1 ആയിരിക്കും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ QC AQ ഈക്വൽ ആണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രൂഫ് ആവും. സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോണത്. 8th ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യേണ്ട മറ്റൊരു പ്രോബ്ലം ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്തതിന് തിയറത്തിന് പറഞ്ഞ പേരാണ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് മിഡ് പോയിന്റ് തിയറം, ഒറിജിനൽ മിഡ് പോയിന്റ് തിയറം. ഓക്കെ, യൂസിങ് തിയറം 8th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യൂസിങ് തിയറം 6.2 prove that the line joining the midpoints of any two sides of a triangle is parallel to the third side. എന്താ പറഞ്ഞേ? ലൈൻ ജോയിനിങ് ദ midpoints of any two sides of a triangle is parallel to third side. ഇതാണ് അവർ പറയണത്. നോക്കി നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫിഗർ നേരത്തെ വരച്ച് അതേപോലെ ഫിഗർ അല്ലേ? ഈ തിയറത്തിന് നമ്മൾ പറയുന്ന പേരെന്താ? മിഡ് പോയിന്റ് തിയറം. കഴിഞ്ഞ തിയറം എന്തായിരുന്നു? കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം അല്ലേ? അങ്ങനെയാണെങ്കിൽ ABC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ഉണ്ടെന്ന് അസ്യൂം ചെയ്തു. ABC. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ലൈൻ വരയ്ക്കുന്നു. PQ എന്ന് പറഞ്ഞൊരു ലൈൻ ആണെന്ന് വിചാരിക്കുക. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. എ ലൈൻ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ് ഓഫ് ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി ടു സൈഡ്സ്. അപ്പോൾ P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്,
Q എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. P and Q are the midpoint of AB and also AC. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. What you need to prove is two sides of a triangle is parallel to third side. രണ്ട് മിഡ് പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ക്യു പാരലൽ ടു ബി സി, ഇതാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പി ക്യു ബി സി പാരലൽ ആണെന്ന്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിഡ് പോയിന്റ് തിയറം എന്ന് പറയും. മിഡ് പോയിന്റ് തിയറം എന്താ പറയുന്നത്? രണ്ട് മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യണ ലൈൻ തേർഡ് സൈഡിന് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇതാണ് മിഡ് പോയിന്റ് തിയറം. ഈ കാര്യം നമുക്ക് പ്രൂവ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യാൻ പറ്റുക? ഈ രണ്ട് ലൈൻസ് പാരലൽ, ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് ലൈൻസ് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണോ നിങ്ങൾ ഏത് തിയറം ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? കോൺവേഴ്സ് ഓഫ് BPT തിയറം. എപ്പോഴാണോ രണ്ട് ലൈൻസ് പാരലൽ എന്ന് പ്രൂവ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഏത് ഉപയോഗിക്കുക? കോൺവേഴ്സ് ഓഫ് BPT തിയറാണ്. നമുക്ക് നോക്കി നോക്കാം. ആദ്യം പറഞ്ഞ എന്താ? P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, എന്താണ് തന്നിട്ടുള്ളത്? P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. P ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB എന്ന് പറയണം. P AB-യുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ ഉടനെ നമുക്ക് AP by PB റേഷ്യോ എഴുതാം അല്ലേ? AP by PB. P മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പൊ AP PB തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലേ? മിഡ് പോയിന്റ് ആണോ ഉടനെ ആ തമ്മിലുള്ള റേഷ്യോ എത്രയായിരിക്കും വരിക? 1:1 ആയിരിക്കും. കാരണം രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പൊ റേഷ്യോ 1:1 ആയിരിക്കും. അത് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഏതാണ് അടുത്ത മിഡ് പോയിന്റ്? Q അല്ലേ? Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ്, അടുത്ത സൈഡ് ഏതാ? AC അല്ലേ? Q ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AC. Q AC-യുടെ മിഡ് പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ AQ by QC, ഈ രണ്ട് സൈഡ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും വരിക? 1:1. ശരിയല്ലേ? ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഇത് തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ രണ്ട് സൈഡ് തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1:1. എന്തുകൊണ്ടാണ് 1:1 ആയെന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്താ? മിഡ് പോയിന്റ് ആകുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 1:1 വരും. അത് ഇക്വേഷൻ നമ്പർ 2. ഫസ്റ്റ് സെക്കൻഡ് ഇക്വേഷൻ രണ്ടും കമ്പൈൻ ചെയ്ത് നോക്കി. ഒരു സൈഡ് ഈക്വൽ അല്ലേ? അപ്പോൾ മറ്റേ സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആവണം അല്ലേ? സോ ഫ്രം 1 and 2, ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കമ്പൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആവണം. സോ വാട്ട് യു ക്യാൻ സേ? AP by PB will be equal to AQ by QC ആണെന്ന് പറയാം അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണ്. എന്താ കാരണം? റൈറ്റ് ഹാൻഡ് സൈഡ്സ് രണ്ടിൻ്റെയും 1:1 ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. AP by PB is equal to AQ by QC എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ ആ ലൈനിൻ്റെ മുകളിലും അടിയിലും സെയിം റേഷ്യോ വന്നാൽ ഉടനെ ഏത് തിയറം അപ്ലൈ ചെയ്യാം? ടു സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ, then converse of BPT theorem. Then by converse of BPT theorem, converse of BPT theorem ഉപയോഗിച്ച് എന്താ പറയാൻ പറ്റും നമുക്ക്? ഈ ലൈൻ ഏതാണ്? ആ ലൈൻ PQ is parallel to ഏതാണ് നെക്സ്റ്റ് ലൈൻ? BC. PQ parallel to എന്തായിരിക്കും വരിക? BC. സിമ്പിൾ അല്ലേ? നോക്കൂ, ഈ രണ്ട് സൈഡ്സും റേഷ്യോ 1:1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സും സെയിം റേഷ്യോ ആണ്. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസും പാരലൽ ആവും. ഏത് പ്രോപ്പർട്ടി? കോൺവേഴ്സ് ഓഫ് BPT തിയറം ഉപയോഗിച്ചിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനും ഫോർത്ത് ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്തത് സിമിലർ ആണ്. ഒന്ന് എന്താ പറഞ്ഞത്? ഒന്ന് കോൺവേഴ്സ് ഓഫ് MPT ആയിരുന്നു, മറ്റൊന്ന് MPT തിയറം ആയിരുന്നു അല്ലേ? ക്വസ്റ്റ്യൻ ആയിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 9 നമുക്ക് ചെയ്യാം. ABCD is a trapezium in which AB parallel to DC and its diagonals intersect each other at the point O. Show that
AO by BO is equal to CO by DO. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം ABCD എന്ന് പറഞ്ഞ ട്രപ്പീസിയം നമുക്ക് വരയ്ക്കാം. They are given a trapezium. ഫിഗർ തന്നിട്ടില്ല, നമ്മൾ വരയ്ക്കുന്നതാണ് കേട്ടോ. ABCD ഒരു ട്രപ്പീസിയം ആദ്യം നമുക്ക് വരയ്ക്കാം. അതിൽ AB പാരലൽ ടു DC എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് ഡയഗണൽസ്, രണ്ട് ഡയഗണൽ ഉണ്ട് അല്ലേ, ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് ദ പോയിന്റ് O. അപ്പോൾ AC എന്ന് പറഞ്ഞൊരു ഡയഗണലിലെ BD എന്ന് പറഞ്ഞ ഡയഗണലിലെ രണ്ടും ഏത് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്റർസെക്റ്റിംഗ് അറ്റ് പോയിന്റ് O. O എന്ന് പറഞ്ഞ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യണം. നൗ what you need to do is show that AO by BO അതുപോലെ CO by DO ഈ രണ്ട് സൈഡ്സ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഈക്വൽ ആണെന്ന്. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. AO by BO is equal to CO by DO. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ഫിഗർ നോക്കിയാൽ അറിയാം. സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ എന്താ, ഒരു ട്രയാങ്കിളിൽ ഒരു ലൈൻ പാരലായിട്ട് വരും അല്ലേ, ഒരു സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ വരും. അപ്പോഴാണ് നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, BPT അല്ലെങ്കിൽ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം എന്ന് പറഞ്ഞ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫിഗറിലേക്ക് നോക്കിയാൽ നിങ്ങൾ ഇവിടെ പല ട്രയാങ്കിൾസ് ഉണ്ട്, പക്ഷെ എവിടെയെങ്കിലും പാരലൽ ലൈൻസ് തന്നിട്ടുണ്ടോ? അവരെ ഇല്ല, തന്നിട്ടുള്ളത് സൈഡ്സ് ആണ് പാരലൽ. അതല്ലാതെ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലൊരു പാരലായിട്ട്, സൈഡിന് പാരലായിട്ട് ഒരു ലൈൻ അവർ തന്നിട്ടില്ല ഫിഗറിൽ. അപ്പോൾ നമുക്ക് BPT തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ പാരലായിട്ട് ഒരു ലൈൻ വേണം അല്ലേ. അപ്പോൾ ലൈൻ തരാത്തതുകൊണ്ട് നമ്മളത് കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണേ? പാരലായിട്ട് ഒരു ലൈൻ കിട്ടിയാൽ മാത്രമേ BPT തിയറം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് P എന്ന് പറഞ്ഞൊരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് OP എന്ന് പറഞ്ഞ ഒരു ലൈൻ അവിടെ വരച്ചു. അത് കൺസ്ട്രക്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡ്രോ OP. എങ്ങനെയാണ് OP വരച്ചിട്ടുള്ളത്? പാരലൽ ടു AB അല്ലെങ്കിൽ PO പാരലൽ ടു AB. ഇപ്പോൾ ഒരു ലൈൻ ഞാൻ കൺസ്ട്രക്ട് ചെയ്തു. ഏതാ ലൈൻ? PO എന്ന് പറഞ്ഞ ലൈൻ. ആ ലൈൻ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്? അത് ABക്ക് പാരലൽ ആയിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെറ്റ് അതിങ്ങനെ എഴുതാം. ഡ്രോ PO പാരലൽ ടു AB ബൈ കൺസ്ട്രക്ഷൻ. നമുക്ക് തന്നിട്ടുള്ളതല്ല, ബൈ കൺസ്ട്രക്ഷൻ. ഡ്രോ PO പാരലൽ ടു AB ഒരു കൺസ്ട്രക്ഷനാണ്, അല്ലെങ്കിൽ കൺസ്ട്രക്ട് PO പാരലൽ ടു, കൺസ്ട്രക്ട് ലൈൻ PO പാരലൽ ടു AB എന്ന് പറയും. നെക്സ്റ്റ്, ഈ രണ്ട് ലൈൻസ് പാരലൽ ആണ് അല്ലേ. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ നമുക്ക് അവിടെ അസ്യൂം ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ ട്രയാങ്കിൾ? ഇങ്ങനെ അല്ലേ. ഇത് A, ഇത് ഏതാ B, ഇത് P ആണ് അല്ലേ, OP, ഇത് D. ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിട്ടാണ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പാരലൽ അല്ലെ, ബൈ കൺസ്ട്രക്ഷൻ ദേ ആർ പാരലൽ. അപ്പോൾ PO AB പാരലൽ ആണ് ബൈ കൺസ്ട്രക്ഷൻ. നമ്മൾ അങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ നമുക്ക് ഏത് തിയറം അപ്ലൈ ചെയ്യാം? ഉടനെ BPT തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡും ട്രയാങ്കിൾ ഏതാ നോക്കണത്? DAB എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കേട്ടോ. സോ വി ക്യാൻ റൈറ്റ് ഇൻ ട്രയാങ്കിൾ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിൽ ഏതാ പാരലൽ? PO പാരലൽ ടു ഏതാ? AB ബൈ കൺസ്ട്രക്ഷൻ. ഇങ്ങനെ പാരലായത് ബൈ കൺസ്ട്രക്ഷൻ. PO പാരലൽ ടു AB. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഉടനെ ഏത് തിയറം അപ്ലൈ ചെയ്യാം? BPT തിയറം. BPT തിയറം എന്താ പറയുന്നത്? ഈ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം റേഷ്യോ. പാരലായിട്ടൊരു ലൈൻ വരച്ചാൽ അടിയിലും മുകളിലും സെയിം റേഷ്യോ ആയിരിക്കും എന്നാണ് പറഞ്ഞത് BPT തിയറം ഉപയോഗിച്ച്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? DP. ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. എപ്പോഴും ഒരു കോമൺ വെർട്ടെക്സ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണതാണ് നല്ലത്. സോ DP ഡിവൈഡഡ് ബൈ PA ഈസ് ഈക്വൽ ടു, ഇവിടെ എടുക്കുമ്പോൾ ഏതാ വരിക? DO ഡിവൈഡഡ് ബൈ OB അല്ലേ. DO ഡിവൈഡഡ് ബൈ
ഒ ബി. ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചത് നമ്മൾ? BPT ബൈ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. അപ്പോൾ എവിടെയൊക്കെ പാരലൽ ലൈൻസ് വന്നു അവിടെയൊക്കെ നമ്മൾ ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറാണ് ഉപയോഗിക്കുന്നത്, സൈഡിന് പാരലായിട്ട് വരുന്നു. സോ DP ബൈ PI is equal to DO ബൈ OB. ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയല്ലേ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. മറ്റൊരു ട്രയാങ്കിൾ നമുക്ക് ഇനി നോക്കാം. ഈ ലൈൻ ഇതിന് പാരലൽ ആണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നോക്കൂ, നമുക്ക് കൺസ്ട്രക്ഷൻ വഴി PO പാരലൽ ടു AB എന്ന് നമുക്കറിയാം ബൈ കൺസ്ട്രക്ഷൻ. ഞാൻ റീറൈറ്റ് ചെയ്തതാണോ എന്നുകൂടെ മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. ഇനി ABക്ക് പാരലായിട്ട് വേറൊരു ലൈൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ? DC പാരലൽ ടു AB എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ശരിയല്ലേ? ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ഗിവൺ. ഇത് പാരലൽ ആയത് ബൈ കൺസ്ട്രക്ഷൻ, ഇത് ഓൾറെഡി പാരലൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ രണ്ട് കണ്ടീഷൻ ഒന്ന് കമ്പൈൻ ചെയ്ത് നോക്കി. 9th സ്റ്റാൻഡേർഡിൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ടു ദ സെയിം ലൈൻ then they will be parallel to each other. ഇതായിരുന്നു പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 3 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് L ആണെന്ന് വിചാരിക്കുക, ഇത് M ആണെന്ന് വിചാരിക്കുക, ഇത് N ആണെന്ന് വിചാരിക്കുക. ഇഫ് L is parallel to N, M also parallel to N, then L will be parallel to M. ഇതായിരുന്നു തിയറം പറഞ്ഞത്. L N-നോട് പാരലൽ ആണ്, M-ഉം N-നോട് പാരലൽ ആണെങ്കിൽ L-ഉം M-ഉം തമ്മിൽ എന്തായിരിക്കും? പാരലൽ ആവും. That is what theorem says. If two lines are parallel to the same line, then they will be parallel to each other. അപ്പോൾ ഇവിടെ നോക്കിയേ, PO ABക്ക് പാരലല്ല, DC ABക്ക് പാരലല്ല. അങ്ങനെയാണെങ്കിൽ POയും DCയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. എന്തുകൊണ്ടാണ് പറയാൻ കാരണം? ബൈ തിയറം. ഒരു തിയറം ഉണ്ട്. If two lines are parallel to the same line, they will be parallel to each other. ചുരുക്കത്തിൽ 3 ലൈൻസും എന്തായിരിക്കും? പാരലൽ ആവും. ഇത് ഓൾറെഡി പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ വഴി പാരലൽ ആയി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ലൈനും പാരലൽ ആണ്, ഈ രണ്ട് ലൈനും പാരലൽ ആണെങ്കിൽ ഇതും എന്തായിരിക്കും? പാരലൽ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടിയത്? PO പാരലൽ ടു DC. ഇനി നോക്കിയേ, PO DC ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഇവിടെ ആലോചിക്കാം. ACD അല്ലെങ്കിൽ ADC ട്രയാങ്കിൾ നല്ലോണം നോക്കണം കേട്ടോ. ACD അല്ലെങ്കിൽ ADC എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നോക്കാം. ഇങ്ങനൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്, ADC. ഇതിൽ OP എന്ന് പറയുന്ന ഒരു ലൈൻ അല്ലെങ്കിൽ PO എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ. ഇത് ഇതിനോട് പാരലൽ ആണെന്നാണ് ഇപ്പോൾ കിട്ടിയത്. PO പാരലൽ ടു DC എന്നാണ് കിട്ടിയത്. ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. അങ്ങനെയാണെങ്കിൽ രണ്ട് ലൈൻസ് പാരലൽ ആണോ, ഉടൻ എന്ത് ചെയ്യാം? BPT തിയറം അപ്ലൈ ചെയ്തൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് പറയാം? ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആയിരിക്കും. ഏത് തിയറം? BPT തിയറം ഉപയോഗിച്ചിട്ട്. AP ഡിവൈഡഡ് ബൈ PD will be equal to AO ഡിവൈഡഡ് ബൈ OC. എന്താ പറയാൻ കാരണം? ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആയിരിക്കും. ആരാ പറയണത്? അത് BPT തിയറം അല്ലേ. ബൈ BPT തിയറം വി ക്യാൻ സേ ദീസ് ടു സൈഡ്സ് വിൽ ബി ഇൻ സെയിം റേഷ്യോ. ഇക്വേഷൻ നമ്പർ 2 എന്നിങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇതിനെ ഒന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, എന്നിട്ട് ഇക്വേഷൻ കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് DP ബൈ P ആയിരുന്നു. സെക്കൻഡ് ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് AP ബൈ PD. ഇത് നോക്കിയാൽ അറിയാം, AP എന്ന് പറയുന്നത് തന്നെയാണ് PA എന്ന് പറയുന്നത് അല്ലേ. രണ്ടും ഒന്നല്ല. AP എന്ന് പറയുന്നതാണ് PA, PD എന്ന് പറയുന്നത് തന്നെയാണ് DP. രണ്ടും സെയിം ആണ്. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. DP ഇവിടെ ന്യൂമറേറ്ററിലാണെങ്കിൽ ഇവിടെ ഏതാ? ഡിനോമിനേറ്ററിലാണ്. AP ഇവിടെ ന്യൂമറേറ്ററിലാണെങ്കിൽ PA ഇവിടെ ഏതാ? ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ മാറ്റാനായിട്ട് നമ്മൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് രണ്ടും ഒരേപോലെ ആക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറിയിട്ടല്ലേ കിടക്കണത്. അതിന് വേണ്ടിയിട്ട് ടേക്കിംഗ് റെസിപ്രോക്കൽ ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുക്കാൻ പോവാണ് ഇവിടെ കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ PD മുകളിലേക്ക് പോയി. PD ബൈ AP ഈസ് ഈക്വൽ ടു, ഇവിടെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ OC ബൈ AO എന്ന് കിട്ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. രണ്ട് സൈഡിലും റെസിപ്രോക്കൽ എടുത്ത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ.
എന്തിനാ അങ്ങനെ മാറ്റണത്? അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയാം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നോക്കൂ, ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് സെയിം തന്നെയാണ്. പി ഡി എന്ന് പറയുന്നത് തന്നെയാണ് ഡി പി കേട്ടോ, പി എ എന്ന് പറയുന്നത് തന്നെയാണ് എ പി. സോ ഫ്രം 1 and 2 വാട്ട് യു ക്യാൻ സേ, ഒരു സൈഡ് ഈക്വൽ ആണെങ്കിൽ മറ്റേ സൈഡ് എന്തായിരിക്കും? ഈക്വലാ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്സ് ഈക്വലാ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഡി ഒ ബൈ ഒ ബി വിൽ ബി ഈക്വൽ ടു ഒ സി ബൈ എ ഒ എന്ന് കിട്ടി. ഡി ഒ ബൈ ഒ ബി അതാണ് ഇവിടെ വരിക. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഏതാ? ഒ സി ബൈ എ ഒ. പക്ഷെ ഇതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ട് അല്ലേ? ഇത് അങ്ങോട്ട് വരണം, അതുപോലെ ചില ടേംസ് മാറണം. അപ്പോൾ ആ റിസൾട്ടിലേക്ക് എത്തിക്കാനായിട്ട് നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? ഡി ഒ ഇൻറ്റു എ ഒ ഈസ് ഈക്വൽ ടു ഒ സി ഇൻറ്റു ഒ ബി. എന്താ ഞാൻ ചെയ്തത്? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ആൻസറിലേക്ക് എത്താൻ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ, നമുക്ക് ആൻസറിൽ എ ഒ മുകളിലല്ലേ വരണ്ടേ? അപ്പോൾ എ ഒനെ അവിടെ നിർത്തി ഞാൻ, എ ഒ. അതിൻ്റെ അടിയിൽ ആരാ വരണ്ടേ? ബി ഒ അല്ലേ? അപ്പോൾ അപ്പുറത്തുള്ള ഒ ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താ വരിക? ഡിവൈഡഡ് ബൈ ഒ ബി. മൾട്ടിപ്ലിക്കേഷൻ ഇവിടേക്ക് വരുമ്പോൾ എന്താ വരിക? ഡിവിഷൻ അല്ലേ? സോ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ഒ ബി. ഒ സി അവിടെ എടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ എഴുതി ഒ സി നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഡി ഒനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ ഡി ഒ. കണ്ടോ, ഒന്ന് റീ അറേഞ്ച് ചെയ്തു. നമ്മുടെ ആൻസർ ഏതാണോ വേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണോ അതിനനുസരിച്ച് ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ എ ഒനെ അവിടെ നിർത്തി ഒ ബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഒ സിനെ അവിടെ നിർത്തി ഡി ഒനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനെങ്ങനെ ചെയ്യണേ? നമ്മുടെ ആൻസർ അല്ലെങ്കിൽ റിസൾട്ട് നോക്കുക പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്, അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. സോ വാട്ട് വി ഗോട്ട് ഈസ് എ ഒ ബൈ ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി ബൈ ഡി ഒ. സെയിം ആണ് കേട്ടോ രണ്ടും. ഒ സി എന്ന് പറഞ്ഞാലും സി ഒ എന്ന് പറഞ്ഞാലും ഒക്കെ സെയിം തന്നെയാണ്. സോ വി ഗോട്ട് ദ റിസൾട്ട്. സിമ്പിളാണ് പ്രോബ്ലം ചെയ്യാനായിട്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ട്രപ്പീസിയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ട്രപ്പീസിയം തന്നപ്പോൾ അതിൽ പാരലായിട്ടൊരു ലൈൻ ഇടയിലില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അത് കൺസ്ട്രക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതാണ് 9th ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ട്, 10th ക്വസ്റ്റ്യൻ. സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അതാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന 10th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. I shall read the question. The diagonals, ഇപ്പോൾ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ഏകദേശം ഒരു റിവേഴ്സ് അല്ലെങ്കിൽ കോൺവേഴ്സ് എന്ന് പറയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 10th ക്വസ്റ്റ്യൻ. The diagonals of a quadrilateral ABCD intersect each other at the point O such that AO by BO is equal to CO by DO. Show that ABCD is a trapezium. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത് AO by BO is equal to CO by DO എന്ന്. ഇവിടെ അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ആ കണ്ടീഷൻ. പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ABCD ഒരു ട്രപ്പീസിയാണെന്ന്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ABCD ട്രപ്പീസിയാണെന്ന് തന്നു, എന്നിട്ട് ആ റേഷ്യോ പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെ ആ റേഷ്യോ തന്നിട്ട് ABCD ട്രപ്പീസിയാണെന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ജസ്റ്റ് കോൺവേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് ആണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഫിഗർ വരയ്ക്കാം നമുക്ക്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒരു ട്രപ്പീസിയം വരച്ചു. ഫിഗറൊക്കെ അതുപോലെ തന്നെ സെയിം തന്നെ. ABCD. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അതിൻ്റെ ഡയഗണൽസ് വരയ്ക്കണം അല്ലേ? BD അതുപോലെ AC. ഇൻ്റർസെക്റ്റ് ചെയ്യണ പോയിന്റ് നമുക്കറിയാം O എന്ന് പറയുന്ന പോയിൻ്റാണ്, അതവിടെ മാർക്ക് ചെയ്തു. ഇവിടെയും ഇവിടെ ഒരു കണ്ടീഷൻ അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താ? AO by BO. ഇത് ഓൾറെഡി തന്നിട്ടുള്ളതാണ് കേട്ടോ. AO by BO is equal to എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? CO by DO എന്ന് തന്നിട്ടുണ്ട്. അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ABCD ഒരു ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് യു നീഡ് ടു പ്രൂവ് ഈസ് ABCD ഈസ് എ ട്രപ്പീസിയം. ഒരു ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എന്താണ് ട്രപ്പീസിയത്തിൻ്റെ കണ്ടീഷൻ? സിമ്പിൾ. ഇഫ് അറ്റ്ലീസ്റ്റ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ then we can call it is a trapezium. ഒരു പെയറെങ്കിലും, അറ്റ്ലീസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമെങ്കിലും പാരലൽ ആയാൽ മതി. രണ്ട് സൈഡ് പാരലൽ ആയാലും കുഴപ്പമില്ല. കാരണം ഒരു പാരലലോഗ്രാം ഒരു ട്രപ്പീസിയാണ്. അതിൻ്റെ രണ്ട് സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സും പാരലലാണ്. പക്ഷെ സ്റ്റിൽ ഇറ്റ് ഈസ് എ ട്രപ്പീസിയം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അറ്റ്ലീസ്റ്റ് വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് മസ്റ്റ് ബി
പാരലൽ. ഒരു ഓപ്പോസിറ്റ് സൈഡ്സ് എങ്കിലും, ഒരു പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്കിലും പാരലൽ ആണോ? കൂടിയാലും കുഴപ്പമില്ല, മിനിമം 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് മസ്റ്റ് ബി പാരലൽ. അപ്പോൾ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഒരു ട്രപ്പീസി ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി പാരലൽ ടു ഡി സി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇഫ് യു ആർ ഏബിൾ ടു പ്രൂവ് ദാറ്റ് എ ബി പാരലൽ ടു ഡി സി, then you can say ABCD is a trapezium. മനസ്സിലായ? ട്രപ്പീസി എന്ന് പ്രൂവ് ചെയ്യാൻ ഒരു പെയറെ ഓപ്പോസിറ്റ് സൈഡ്സ് എങ്കിലും പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ പാരലൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെയും നമുക്കറിയാം ഫിഗറിൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ ഒരു പാരലൽ സൈഡ്സ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെയും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്തായിരുന്നു? PO എന്ന് പറഞ്ഞൊരു ലൈൻ അല്ലേ, അത് എ ബിക്ക് പാരലായിട്ട് നമുക്ക് കൺസ്ട്രക്ഷനിൽ എടുക്കാം. അപ്പോൾ ഒരു സൈഡിന് പാരലായിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രോ PO പാരലൽ ടു എ ബി. PO എ ബിക്ക് പാരലായിട്ട് വരച്ചിരിക്കുന്നു. ബൈ കൺസ്ട്രക്ഷൻ ആണ് ഇത് കേട്ടോ, ബൈ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ അവിടെ ചെയ്തു. കൺസ്ട്രക്ഷൻ ചെയ്താൽ മാത്രമേ BPT തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവിടെ കൺസ്ട്രക്ട് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പോൾ PO എ ബിക്ക് പാരലലാണ്. പാരലൽ ആണെങ്കിൽ ഉടനെ ഏത് തിയറം അപ്ലൈ ചെയ്യാൻ നമുക്ക്? BPT തിയറം അല്ലേ. BPT തിയറം എന്താ പറയുന്നത്? ഈ രണ്ട് സൈഡും എന്തായിരിക്കും? സെയിം റേഷ്യോ ആയിരിക്കും. ഏതൊക്കെ സൈഡാന്ന് പറയാൻ പറ്റും? നമുക്ക് D എന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. DP ബൈ PA വിൽ ബി ഈക്വൽ ടു DO ബൈ OB ആയിരിക്കും. സംശയമില്ലല്ലോ. PO എന്ന് പറയുന്ന ലൈനും ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഈ രണ്ട് സൈഡ് ഈ ലൈനിൻ്റെ അടിയിലും മുകളിലും, അങ്ങനെയാണ് ആലോചിക്കേണ്ടത് കേട്ടോ. ഏത് ട്രയാങ്കിളാ? സംശയം വേണ്ട, ട്രയാങ്കിൾ എഴുതാം കേട്ടോ. ഇൻ ട്രയാങ്കിൾ, ഇവിടെ പേര് എഴുതാം, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ADB, ഇൻ ട്രയാങ്കിൾ ADB എന്ന് പറഞ്ഞ ട്രയാങ്കിളിലാണ് കേട്ടോ. DP ബൈ PA ഈസ് ഈക്വൽ ടു DO ബൈ OB. ആ ട്രയാങ്കിൾ നോക്കിയാൽ അറിയാം, രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണ്. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇനി ഒരു റിസൾട്ട് അവർ ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. വാട്ട് ഈസ് ഗിവൺ? AO ബൈ BO. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. AO ബൈ BO ഈസ് ഈക്വൽ ടു CO ബൈ DO. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. AO ബൈ BO ഈസ് ഈക്വൽ ടു CO ബൈ DO. ഇത് ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗിവൺ. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഞാൻ ചെറിയൊരു റീ അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക രണ്ടാമത്തെ കണ്ടീഷനിൽ. അപ്പോൾ എന്താ വരിക? AO ഇൻറ്റു DO ഈസ് ഈക്വൽ ടു, ക്രോസ് മൾട്ടിപ്ലൈ ആണ്, CO ഇൻറ്റു BO എന്ന് വരും അല്ലേ. AO ഇൻറ്റു DO ഈസ് ഈക്വൽ ടു CO ഇൻറ്റു BO എന്നാണ് വരിക. അതിനൊന്ന് റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. DOനെ അവിടെ നിർത്തിയെന്ന് വിചാരിക്കുക, OBനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്താ വരിക? ബൈ BO. DOനെ അവിടെ നിർത്തി, BOനെ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഈക്വൽ ടു, ഇനി ഇവിടെ ഏതാണുള്ളത്? COനെ അവിടെ നിർത്തി, AOനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഡിവൈഡഡ് ബൈ AO എന്നായി. ശരിയല്ലേ? DO ഡിവൈഡഡ് ബൈ BO ഈസ് ഈക്വൽ ടു CO ഡിവൈഡഡ് ബൈ AO. ഇത് എന്തിനാ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ ഇവിടെ നോക്കുക, ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണോ അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും ചെയ്തത് കേട്ടോ. ഒരു സൈഡ് ഈക്വൽ ആയിട്ട് കിട്ടില്ലേ, അതിന് വേണ്ടിയിട്ടാണ്. സോ ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് ഇക്വേഷൻ അവർ ഓൾറെഡി തന്നത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇനി ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷൻ്റെ ഒരു സൈഡ് സെയിം ആണ്, DO ബൈ OB. ഇവിടെ ഏതാ? DO ബൈ BO എന്ന് പറഞ്ഞാൽ OB തന്നെയാണ്, രണ്ട് സൈഡും ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആവും. സോ ഫ്രം 1 and 2 ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നോക്കിയാൽ ഒരു സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ മറ്റേ സൈഡും എന്തായിരിക്കണം? ഈക്വൽ ആവണം. അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? DP ബൈ PA വിൽ ബി ഈക്വൽ ടു, ഇവിടെ ഏതാ? CO ബൈ AO. ഒന്നാമത്തെയും രണ്ടാമത്തെ ഇക്വേഷനിൽ ഒരു ടേം ഒരു സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ മറ്റേ സൈഡ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. സോ DP ബൈ PA വിൽ ബി ഈക്വൽ ടു CO ബൈ AO. ഇനി നമ്മുടെ ഫിഗറിലേക്ക് നോക്കുക, എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ളതെന്ന്.
നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ ബി പാരലൽ ടു ഡി സി എന്നല്ലേ പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. നമുക്കൊരു റിസൾട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നോക്കിയേ, ഡി പി ബൈ പി എ എന്ന് പറഞ്ഞ ഈ രണ്ട് സൈഡ് അല്ലേ ഈസ് ഈക്വൽ ടു സി ഒ എന്ന് പറഞ്ഞാൽ ഈ സൈഡാണ്. അടുത്തേതോ എ ഒ. ഒരു ട്രയാങ്കിൾ നിങ്ങൾ കണ്ടോ, എ ഡി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നോക്കൂ. എ ഡി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ ആലോചിക്കാം. അതിൽ ഒ പി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട് അല്ലേ. ഈ രണ്ട് ലൈൻ പാരലലാണ്. കറക്ഷൻ, ഒ പി എന്ന് പറഞ്ഞൊരു ലൈൻ നമുക്കുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഡി പി ബൈ പി എ ഈസ് ഈക്വൽ ടു സി ഒ ബൈ ഒ എ. ഇതല്ലേ കിട്ടിയത്. ഈ രണ്ട് സൈഡും സെയിം റേഷ്യോ ആണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഏത് തിയറ പറയണത്? കോൺവേഴ്സ് ഓഫ് BPT തിയറം പറയണു. ഇഫ് സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ then lines will be parallel. So we can write then by converse of BPT, what can you say by converse of BPT? OP അല്ലെങ്കിൽ PO parallel to DC. ഈ രണ്ട് ലൈൻസ് പാരലൽ ആയിരിക്കും. ഏത് തിയറം? കോൺവേഴ്സ് ഓഫ് BPT തിയറം. നോക്കൂ, നമ്മൾ ഫസ്റ്റ് ബൈ കൺസ്ട്രക്ഷൻ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു? PO പാരലൽ ടു AB ബൈ കൺസ്ട്രക്ഷൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു റിസൾട്ട് കിട്ടി. PO പാരലൽ ടു ഏതാണ്? DC അല്ലേ. PO പാരലൽ ടു DC ആണെന്ന് കിട്ടി. ആ റിസൾട്ട് കിട്ടിയത് എങ്ങനെയാ? PO പാരലൽ ടു DC എന്നുള്ള റിസൾട്ട് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് രണ്ടിൻ്റെ ഒരു സൈഡ് സെയിമാ. അതിൻ്റെ അർത്ഥം AB പാരലൽ ടു PO, DC പാരലൽ ടു DO. അപ്പോൾ ഈ രണ്ട് സൈഡും നോക്കൂ, ABയും DCയും ഏതിനോട് പാരലലാ? POയോട് പാരലലാണ്. സോ ഇഫ് AB പാരലൽ ടു PO, DC also parallel to PO, then by theorem we can say AB parallel to DC by theorem. ഏത് തിയറാണ് നമ്മൾ ഉപയോഗിച്ചത്? 9th സ്റ്റാൻഡേർഡിൽ ഞാൻ പറഞ്ഞ തിയറം കേട്ടോ. എന്താ പഠിച്ച തിയറം എന്തായിരുന്നു? ഇഫ് ടു ലൈൻസ് ആർ പാരലൽ ടു ദ സെയിം ലൈൻ then they will be parallel to each other using the theorem what we learned in 9th standard. 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് രണ്ട് ലൈൻ ഒരു ലൈനോട് പാരലൽ ആണെങ്കിൽ ആ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും. സോ ബൈ തിയറം യു ആർ ഗെറ്റിംഗ് ദാറ്റ് AB പാരലൽ ടു DC. നോക്കൂ, ഇനി എന്താണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കൂ. AB പാരലൽ ടു DC ഇതല്ലേ നിങ്ങളോട് പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്? അതല്ലേ നമുക്ക് കിട്ടിയത്? AB പാരലൽ ടു DC എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഇഫ് AB പാരലൽ ടു DC ഈ രണ്ട് ലൈൻസ് പാരലൽ ആണെങ്കിൽ ഫിഗർ എന്തായിരിക്കും? If in a figure quadrilateral one pair of opposite sides are parallel, then what can you say? ABCD is a trapezium. അപ്പോൾ അവസാനം എഴുതാം therefore ABCD is a trapezium. എന്താ trapezium ആവാനായിട്ട് കാരണം? one pair of opposite sides are parallel അല്ലേ. So it is a trapezium. സിമ്പിളായിട്ട് പ്രൂവ് ചെയ്തു. എന്താ നമ്മൾ ചെയ്ത കാര്യം? ആദ്യം ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് OP എന്ന് പറഞ്ഞത് അല്ലേ. എന്നിട്ട് ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെന്ന് കിട്ടി. പിന്നെ അവർ തന്നിട്ടുള്ള ഒരു ഗിവൺ കണ്ടീഷനിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ്റെ ഒരു സൈഡ് ഈക്വൽ ആണ്, അപ്പോൾ മറ്റേ സൈഡ് എന്തായി? ഈക്വലായി. അങ്ങനെയാണെങ്കിൽ DP ബൈ PA ഇസ് ഈക്വൽ ടു CO ബൈ AO എന്ന് കിട്ടി. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ എന്ന് കിട്ടി. ഈ രണ്ട് സൈഡ്സ് സെയിം റേഷ്യോ ആണെങ്കിൽ ഈ രണ്ട് ലൈൻസ് എന്തായിരിക്കും? പാരലൽ ആവും. അങ്ങനെയാണെങ്കിൽ PO പാരലൽ ടു DC എന്ന് കിട്ടി. നമുക്ക് ഓൾറെഡി ഒരു റിസൾട്ട് ഉണ്ട് PO പാരലൽ ടു AB. അപ്പോൾ ABയും DCയും POയ്ക്ക് പാരലൽ ആണെങ്കിൽ AB DC എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പോൾ AB DC പാരലൽ ആണെങ്കിൽ ABCD എന്തായിരിക്കും? ഒരു ട്രപ്പീസിയം ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്. പിന്നെ നമ്മൾ ആ 5th തൊട്ടിട്ട് ഒരു 6 ക്വസ്റ്റ്യൻസ് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. സിക്സ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണെന്ന് നമ്മൾ ചെയ്തത്. പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ചെയ്ത പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ലേൺ ഇറ്റ് വെൽ. ബിക്കോസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ നന്നായി വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും.
So thank you for watching. Don't forget to subscribe.